സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ച് കാണുന്ന 100ഓളം കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മയ്ക്കായിട്ട് ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ട സ്മരണകൾ. ഗ്രന്ഥത്തിന്റെ പേര് വ്യാഴവട്ട സ്മരണകൾ. രചിച്ചത് ബി കല്യാണിയമ്മ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്, കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോവിലനാണ്. കോവിലൻ. വി അയ്യപ്പൻ എന്ന കോവിലനാണ് കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. കോവിലൻ. വി അയ്യപ്പൻ എന്ന കോവിലനാണ് കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടിസ്റ്റ നദി. ടിസ്റ്റ നദിയാണ് ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ഗ്രീക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നും രൂപം കൊണ്ടതാണ് ജോഗ്രഫി എന്ന പദം. ഗ്രീക്ക്. ഇന്ത്യയുടെ സുവർണ നാര് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ചണമാണ് ഇന്ത്യയുടെ സുവർണ നാര് എന്ന് അറിയപ്പെടുന്നത്. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ആര്? ഫെഡറിക് സോഡിയാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത്. ഫെഡറിക് സോഡി. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് ആരാണ്? കപ്പലോട്ടിയ തമിഴൻ ബി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെട്ടത്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ആരുടെ ആദ്യത്തെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പ്രത്യേകത, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ ഏതാണ്? അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ നൈട്രജനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സാണ് പൂർത്തിയാകേണ്ടത്? 18 വയസ്സാണ് പൂർത്തിയാകേണ്ടത്. 18 വയസ്സ്. അടുത്ത ചോദ്യം, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്. വൈറ്റ് പ്ലേഗ്. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഏതിന്റെ അയിരാണ് ഗലീന ഏതിന്റെ അയിരാണ്? കറുത്തീയമാണ്. കറുത്തീയത്തിന്റെ അയിരാണ് ഗലീന. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗീരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗീരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് ലെസർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏത്?
സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏത്? വയനാടാണ്. വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏതാണ്? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാന ഇനം മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏത്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. ക്രോമസോമുകളുടെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്നത്. ക്രോമസോമുകളുടെ പ്രവർത്തനക്ഷമം അല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ എന്നാണ്. ജങ്ക് ജീനുകൾ എന്നറിയപ്പെടുന്നത് ക്രോമസോമുകളുടെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്? പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ എന്നാണ്. ക്രൂഡ് ഓയിൽ. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപമാണ് ക്രൂഡ് ഓയിൽ. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാർബണിക സംയുക്തം ഏതാണ്? സെല്ലുലോസ് ആണ്. പ്രകൃതിയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള കാർബണിക സംയുക്തമാണ് സെല്ലുലോസ്. ലാവ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാവ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. ലാവ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് പുരിയിലാണ്. ഒഡീഷയില് പുരിയിലാണ് ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത്. അപ്പൊ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരാചാര്യരാണ്. എവിടെയാണ്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? പ്രാദേശിക സമയം എന്നത് ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് ആണ് വ്യത്യാസപ്പെടുന്നത്? 4 മിനിറ്റ് ആണ് വ്യത്യാസപ്പെടുന്നത്. 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് ഏതാണ്? ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറിക് പ്രഭു ആണ്. വില്യം ബെൻറിക് പ്രഭു. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956 ആണ്. 1956. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി? അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്
കരമന നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. കരളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു? കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഏത് രോഗത്തിനാണ് കാരണമാകുന്നത്? ഫാറ്റി ലിവർ. കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഏത് രോഗത്തിനാണ് കാരണമാകുന്നത്? ഫാറ്റി ലിവർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92 യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ. മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാണ്? മദ്യത്തില് കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം. തിരുവിതാംകൂറില് ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത് ഏത് വർഷമാണ്? 1875ലാണ്. 1875ലാണ് തിരുവിതാംകൂറില് ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ഹർഗ്രീവ്സ്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ഹരിജൻ. മഹാത്മാഗാന്ധിയാണ്. പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? ഹരിജൻ. ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയില് റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര്? ഇന്ത്യയില് റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസി. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് ഹോക്കിയാണ്. രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആര്? ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. പാലിന്റെ ഗുണനിലവാരം അളക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. പാലിന്റെ ഗുണനിലവാരം അളക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏതാണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏതാണ്? സല്യൂട്ട് 1. അടുത്ത ചോദ്യം, എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ. ഇവ മാത്രം. ഇത് ആരുടെ വാക്കുകളാണ്? എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ. ഇവ മാത്രം. ഇത് ആരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയുടെ വാക്കുകളാണ്. ടോൾസ്റ്റോയ്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? ആവി എഞ്ചിൻ ആരാണ്? ജെയിംസ് വാട്ട് ആണ്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഫൊൻ ആണ്. ഫൊൻ. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അജന്ത ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം ഏത്? മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം അനോഫിലസ് കൊതുകുകളാണ്. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001ലാണ്. 2001. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ്.
സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. അണുസംഖ്യയും അണുഭാരവും അറ്റോമിക നമ്പറും അറ്റോമിക മാസും തുല്യമായ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 20 പരിപാടികൾ ആവിഷ്കരിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20 പരിപാടികൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 11 ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 11. പേരാർ എന്നറിയപ്പെടുന്ന നദി? പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. പീക്ക് 15 ഏതാണ്? എവറസ്റ്റ്. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു? ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തുവാണ് യൂജിനോൾ. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു യൂജിനോൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാൽ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാബായ് നവറോജി. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാൺ ദിവസ് ആയിട്ട് ആചരിക്കുന്നു. മഹാപരിനിർവാൺ ദിവസ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? നീതി ആയോഗ് 2015 ജനുവരി 1 ആണ്. 2015 ജനുവരി 1. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ധാതു സമ്പത്തിൽ ജാർഖണ്ഡ്. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. ഭാരതപ്പുഴ. 5-ാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ്? 5-ാം വേദം തിരുക്കുറലാണ്. തിരുക്കുറൽ. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില? മെർക്കുറി 4.2 കെൽവിൻ ആണ്. 4.2 കെൽവിനിലാണ് മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്നത്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഭീകരപ്രവർത്തന വിരുദ്ധ ദിനം രാജീവ് ഗാന്ധി. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമം എന്താണ്? വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട? കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആര്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്?
സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് TFM ആണ്, ടോട്ടൽ ഫാറ്റി മാറ്റർ. ടോട്ടൽ ഫാറ്റി മാറ്റർ. PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ. PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് നിർമാല്യം. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ്. തൃശൂർ പൂരം. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്നത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് നിലവിൽ വന്ന വർഷം 2007 ആണ്. 2007. കൊങ്കൺ പട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം. കൊങ്കൺ പട ഉത്സവം പടയണിയാണ്. പടയണി. കൊങ്കൺ പട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം എന്താണ്? പടയണി. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് എന്ന്? ലോക പരുത്തി ദിനം ഒക്ടോബർ 7 ആണ്. ഒക്ടോബർ 7. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എവിടെ നിന്നുമായിരുന്നു? പത്രത്തിന്റെ പേര് സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് കോഴിക്കോട് നിന്നുമായിരുന്നു. കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കോമൺ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.